എന്താണ് ശരിക്കും പ്രേക്ഷകർ ഒരു ഫൺ റൈഡ് ആണോ? തീർച്ചയായും. കാരണം ഇന്നലെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ രാജാവിന്റെ ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സിനിമയുടെ സ്വഭാവം പൂർണ്ണമായും വെളിവാക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ്, സ്പെക്യുലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്. എന്നാൽ ഏറെക്കുറെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. നമുക്ക് ആദ്യം പോസ്റ്റ് സെക്ഷൻ ഓഫ് പോസ്റ്റേഴ്സിൽ നിന്നൊക്കെ തന്നെ ഒരു പ്രവൃത്തികളുണ്ടാവും. ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയുണ്ട് നമ്മുടെ ആട് 3. ഇത്തവണ നമ്മൾ ഒരു ടൈം ലൈൻ കൂടി കൂടുതൽ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടാണ്. അപ്പം മറ്റൊരു ടൈം ലൈനിൽ ഒരു ഭൂതകാലത്തിൽ എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൽ ഇവരുടെ ലുക്കാലിറ്റിയിലുള്ള മറ്റൊരു കൂട്ടം പുതിയ ക്യാരക്ടേഴ്സ്, ഒരു ആടുമണ്ണിൽ എങ്ങനെ ഷാജിപ്പാപ്പനും സർവകൃഷ്ണനും അരക്കലും ഒക്കെ വന്നു, അതുപോലെ ഒരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ ആടിന്റെ യൂണിവേഴ്സിലേക്ക് വരികയാണ്. ആക്ച്വലി ആട് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഒരു 6-7 പുതിയ ക്യാരക്ടേഴ്സിന്റെ അഡീഷൻസോടുകൂടി നമ്മുടെ യൂണിവേഴ്സ് ഒന്നും കൂടി വലുതായിരിക്കാം. നിങ്ങൾ പറയുകയാണെങ്കിൽ മറ്റൊരു ടൈം ലൈനിൽ ജീവിച്ചിരുന്നല്ലെങ്കിൽ ജീവിക്കുന്ന ഒരേ സാധിച്ചുള്ള ആളുകളെ വിളിക്കാം, അല്ലെങ്കിൽ പുനർജന്മങ്ങളെ വിളിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ പടത്തിലേക്ക് ഒരു ടൈം ലൈൻ കൂടെ ആഡ് ചെയ്യപ്പെടുക. ബേസിക് ഫ്ലേവറിലൊന്നും ഒരു മാറ്റമില്ല. നമ്മൾ ഹ്യൂമർ പടം തന്നെയാണ്, അതുപോലെ കാണാൻ കഴിയുന്നത്. പിന്നെ സ്കെയില്, ക്യാൻവാസ്, സ്കോപ്പ്, പ്രൊഡക്ഷൻ വാല്യൂ എല്ലാം നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൂടുതൽ ഒരുപാട് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. കാരണം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ആട്. നമ്മുടെ സിനിമയുടെ സാക്ഷി സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫാന്റസി എലമെന്റ് ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് എപ്പിക് ഫാന്റസി എന്ന് വിളിക്കാവുന്ന ഒരു രൂപത്തിലേക്കാണ് നമ്മുടെ ആട് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ആടിന്റെ 3-ാം ഭാഗം ഒരു വ്യത്യസ്തമായൊരു സിനിമ അനുഭവമായിരിക്കും, ഒരു വ്യത്യസ്തമായൊരു കോമഡി സിനിമയായിരിക്കും.